ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മലപ്പുറം ജില്ലയിൽ മരിച്ച യുവാവിന് നിപ്പ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 24-കാരന് നിപ്പ വൈറസ് സ്ഥിരീകരിക്കുകയായിരുന്നു. യുവാവ് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അയച്ചത്. ഈ പരിശോധനാ ഫലം പോസിറ്റീവായി. പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചു. ഇതുവരെ 151 പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. ആശുപത്രിയിൽ മരണമടഞ്ഞ 24 വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. മരണശേഷം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സംശയം രൂപപ്പെട്ടത്. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധന ഫലം പോസിറ്റീവായിരുന്നു. അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അതോടൊപ്പം തന്നെ 16 കമ്മിറ്റികൾ സ്റ്റേറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് രൂപീകരിക്കുകയും കോൺടാക്ട് ട്രേസിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവ്. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ, ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോൺടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതുവരെ 151 പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത്. അതിൽ 5 പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട്. ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. കോൺടാക്ട് ട്രേസിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും. 4 സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ, ഒരു ക്ലിനിക് ഉൾപ്പെടെയുള്ളവ അവിടെയാണ് പോയിട്ടുള്ളത്. അതോടൊപ്പം 2 വൈദ്യശാലകളിൽ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയെങ്കിലും ആ സമയത്ത്, അതിനു മുൻപോ അതിനുശേഷമോ അതിൽ പ്രസക്തി ഇല്ല, പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടെങ്കിൽ ദയവായി ആരോഗ്യ വകുപ്പിനെ ഇക്കാര്യം അറിയിക്കണമെന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിപ്പ സ്ഥിരീകരിച്ചതോടെ തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കി. സമ്പർക്ക പട്ടികയിലുള്ള 151 പേരിൽ രോഗലക്ഷണങ്ങളുള്ള 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. പനി ബാധിച്ചവരെ കണ്ടെത്താനായി പഞ്ചായത്തിൽ നാളെ മുതൽ സർവേക്ക് തുടക്കമാകും. CB അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, അപ്രതീക്ഷിതമായിരുന്നു ഇത്തരത്തിലുള്ളൊരു സ്ഥിരീകരണ വാർത്ത. അത് ഓണദിനത്തിൽ മലയാളികളെ സംബന്ധിച്ച് എന്തൊക്കെ ഒരുക്കങ്ങൾ നടക്കുന്നു അവിടെ? ഇത് 2 മാസത്തിനിടെ 2ാം തവണയാണ് മലപ്പുറം ജില്ലയിൽ നിപ്പ സ്ഥിരീകരിക്കുന്നത്. ഇത്തവണത്തേത് തിരുവാലി പഞ്ചായത്തിലെ നടുവത്തിൽ നിന്നുള്ള യുവാവിനാണ് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ യുവാവ് തിങ്കളാഴ്ച മരിച്ചിരുന്നു. മരണശേഷമാണ് ഇദ്ദേഹത്തിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇദ്ദേഹം ബാംഗ്ലൂരിലാണ് പഠിച്ചിരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വെള്ളിയാഴ്ചയാണ് എത്തിയത്. വെള്ളിയാഴ്ച തുടർന്ന് 4 ദിവസമാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ചികിത്സകളിലായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കോൺടാക്ട് ട്രേസിംഗ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ടുള്ളത്. 151ഓളം പേരെ ഇതിനോടകം തന്നെ ഈ ഒരു സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 5 പേർക്ക് പനിയടക്കമുള്ള ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ രോഗം ബാധിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു വെല്ലുവിളി. കാരണം ബാംഗ്ലൂരിലാണ് അദ്ദേഹം കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ഉറവിടം സംസ്ഥാനത്തിന് പുറത്താണ് എന്നാണ് പ്രാഥമികമായിട്ട് കണ്ടെത്തുന്നത്. അതിനു പുറമെ അദ്ദേഹം യാത്രകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇദ്ദേഹത്തിനുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വീട്ടുകാർക്കോ ആശുപത്രി അധികൃതർക്കോ ഒന്നും സാധിച്ചിട്ടില്ല. അത് ഒരു വലിയ വെല്ലുവിളിയായിട്ടുണ്ട്. ഇപ്പോൾ സുഹൃത്തുക്കളുടെ സഹായത്തോടെയും ബന്ധുക്കളുടെ സഹായത്തോടെയൊക്കെയാണ് ഈ സമ്പർക്ക പട്ടികയും റൂട്ട് മാപ്പും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം ഈ ഒരു സമ്പർക്ക പട്ടിക തയ്യാറാക്കി റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. തിരുവാലി പഞ്ചായത്തിൽ. അനുമതി, ഒരു നിമിഷം തുടരുക. ഡോക്ടർ AS അനൂപ് കുമാർ നമ്മോടൊപ്പം ഉണ്ട്. എമർജൻസി മെഡിസിൻ വിദഗ്ധനാണ് അദ്ദേഹം. അനൂപ്, നമ്മൾ ഈ നിപ്പയെ നേരിടുന്നത് ആദ്യമല്ല എങ്കിൽ പോലും നമുക്ക് വീണ്ടും ഈ മുൻകരുതലും ജാഗ്രതയും ഒക്കെ അനിവാര്യമാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന മട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്? പ്രദേശവാസികൾ ആദ്യം മുൻകരുതൽ എടുക്കേണ്ടത് ഏതൊക്കെ വിധത്തിലാണ്? ഒന്നാമത് നമ്മൾ ഇതിന്റെ ഈ മുമ്പുണ്ടായ ഏകദേശം 5 പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ തന്നെ രോഗസ്ഥിരീകരണം നടന്നു കഴിഞ്ഞു. ഇത് 6ാമത്തെ പ്രാവശ്യമാണ് രോഗസ്ഥിരീകരണം നടക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ സമ്പർക്ക പട്ടികയിൽ 100 പേര് 120 പേര് എന്ന നമ്പർ കാണുന്നതോടുകൂടി രോഗം വലിയ രീതിയിലേക്ക് വ്യാപനം നടന്നു എന്നുള്ള രീതിയിൽ ഒരു ആശങ്ക വേണ്ട. കാരണം ഈ രോഗ വ്യാപനം നടക്കുന്നത് ഒരു രോഗിയുമായി വളരെ അടുത്ത് യാതൊരുവിധ മുൻകരുതലും ഇല്ലാതെ അടുത്തുള്ള കോണ്ടാക്ട് വരുമ്പോൾ മാത്രമാണ് രോഗവ്യാപനം നടക്കുന്നത്. അല്ലാതെ ഒരു ക്ലിനിക്കിൽ ഒരു രോഗി ഉണ്ടായി ആ ക്ലിനിക്കിലേക്ക് വേറൊരു ആള് പോയി, അല്ലെങ്കിൽ രോഗി ചികിത്സയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗി പോയി അല്ലെങ്കിൽ മറ്റൊരാൾ പോയി എന്നുള്ളത് കൊണ്ട് രോഗം വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നേരെ മറിച്ച് രോഗിയുമായി ഈ രോഗലക്ഷണങ്ങൾ ഉള്ള സമയത്ത്, പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ, അതായത് ചുമ, അത്തരം രീതിയിലുള്ള രോഗലക്ഷണങ്ങളുള്ള സമയത്ത് രോഗിയുമായി മാസ്ക് ഇല്ലാതെ വളരെ അടുത്ത് ബന്ധപ്പെടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അടഞ്ഞു കിടക്കുന്ന സ്ഥലത്ത്, അതായത് ക്ലോസ്ഡ് സ്പേസ് എന്ന് പറയും, തുറന്ന സ്ഥലങ്ങളിൽ രോഗവ്യാപനത്തിനുള്ള സാധ്യത കുറവാണ്. നമ്മൾ മുമ്പ് കോവിഡിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അത്തരത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാവുന്ന ആൾക്കാരിലാണ് രോഗവ്യാപനത്തിനുള്ള സാധ്യത കൂടുതൽ. പ്രത്യേകിച്ചും ഈ രോഗിയെ ചികിത്സിച്ചിരിക്കുന്ന ഈ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ കൃത്യമായ രീതിയിലുള്ള മുൻകരുതൽ എടുത്തിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇദ്ദേഹം രോഗലക്ഷണങ്ങൾ വന്നതിന് ശേഷം ഈ മരണപ്പെടുന്നത് വരെയുള്ള സമയത്ത് വളരെ അടുത്ത് ഇടപഴകിയ ആൾക്കാരാണ് ആദ്യം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മളവരെ ഹൈ റിസ്ക് കോണ്ടാക്ട് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് മുഴുവൻ രോഗവ്യാപനം നടക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരാശങ്ക വേണ്ട. എന്നിരുന്നാലും അദ്ദേഹവുമായി ഏതെങ്കിലും രീതിയിലുള്ള സമ്പർക്കം നടന്നിട്ടുള്ള ആൾക്കാരിലേക്ക് നിപ്പ സമാനമായ രോഗലക്ഷണങ്ങൾ, നിപ്പ 2 രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് സാധാരണ നിപ്പ രോഗം കാണിക്കാറ്. ഒന്ന് ശ്വാസകോശ സംബന്ധമായ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ, അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം പോലെയുള്ള രോഗലക്ഷണങ്ങൾ, അതല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ. ഈ രീതിയിലാണ് രോഗം ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എല്ലാവർക്കും ശക്തമായ പനി, ശരീരവേദന, അതിന്റെ കൂടെ ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളും, അതിന്റെ കൂടെ തന്നെ ഈ തലച്ചോറിലേക്ക് ഈ വൈറസ് ബാധ വരുന്ന സമയത്ത് ഈ പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം, ബോധക്ഷയം, അപസ്മാരം, ഈ രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് കാണാറ്. അതേപോലെ തന്നെ ന്യൂമോണിയ പോലെയുള്ള രോഗലക്ഷണം വരുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗം മൂർച്ഛിക്കുന്നതും അതേപോലെ തന്നെ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതും അവസ്ഥയുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രോഗിയുമായി വളരെ രോഗലക്ഷണങ്ങൾ ഉള്ള സമയത്ത് വളരെ അടുത്ത് ബന്ധപ്പെട്ട ആൾക്കാരിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുകയും അവർ സ്വന്തം തന്നെ ഐസൊലേറ്റ് ചെയ്ത് നിന്നിട്ട് അതിനുശേഷം ഒരു ഈ ഐസൊലേഷനുള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് ചികിത്സയ്ക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഡോക്ടർ അനൂപ്, ഈ മാസ്ക് ധരിക്കുക എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ മാസ്ക് പൂർണ്ണമായും ഫലപ്രദമാണോ ഇത്തരത്തിലുള്ള സമ്പർക്കം ഉള്ളവർക്കിടയിൽ, അല്ലെങ്കിൽ കൂടുതൽ വ്യാപനം തടയുന്നതിൽ? വ്യാപനം തടയുന്നതിൽ തീർച്ചയായും മാസ്കിനും പങ്കുണ്ട്. പക്ഷെ മാസ്ക് കൊണ്ട് മാത്രം നമുക്ക് വ്യാപനം തടയാൻ പറ്റില്ല. നമ്മൾ മുമ്പേ കോവിഡിന്റെ കാര്യത്തൊക്കെ പറഞ്ഞതാണ്. നമ്മുടെ ഇതൊക്കെ ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും. നമ്മുടെ ഈ ശ്വാസകോശങ്ങളിലുള്ള കണികളിലൂടെയാണ് ഈ രോഗവ്യാപനം നടക്കുന്നത്. അപ്പൊ കൈ വൃത്തിയായി സൂക്ഷിക്കുക, അതേപോലെ തന്നെ മാസ്ക് ധരിക്കുക. ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ മാസ്ക് നമ്മൾ ഈ രോഗിയുമായി അടുത്ത് ബന്ധപ്പെടുന്ന സമയത്താണ് നമ്മൾ തീർച്ചയായിട്ടും ഈ മാസ്ക് ധരിക്കേണ്ടത്. പക്ഷെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ആർക്കൊക്കെയാണ് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വളരെ കൂടുതൽ ആൾക്കാരൊക്കെ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നത് തന്നെയായിരിക്കും നന്നാവുക. ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച്. ഡോക്ടർ അനൂപാണ് സംസാരിച്ചത്. അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയൊക്കെ നമ്മൾ പ്രതിരോധിക്കണം എന്നുള്ളത്.